പാറ ലക്ഷൻ വീട് കോളനിക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇന്നലെ ഒരു 2 നില വീട് പൂർണ്ണമായിട്ടും നിലം പതിച്ചിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. ആ വീടിന്റെ ഉടമസ്ഥനും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളും ഒക്കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സിജു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ചേട്ടന്റെ വീടാണ് അല്ലേ? എൻ്റെ വീടായിരുന്നു. ഇവിടെ എത്ര ആളായിട്ട് താമസിക്കുന്ന? ഞങ്ങൾ ഒരു 70 കൊല്ലക്കാലമായിട്ട് കാരണവന്മാരായി കൈമാറി വന്ന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വസ്തു കൈമാറ്റം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ അവിടെ NH-ന്റെ മണ്ണെടുപ്പിനോടനുബന്ധിച്ച് ആണ് ഈ സംഭവങ്ങളുടെ തുടക്കം. മുകളിലെ നിലയിൽ എൻ്റെ അമ്മയും 60% മേലുള്ള വിലാങ്കത്തുള്ള ഒരു പെങ്ങളുമാണ്. ഇന്നലെ ഒരു 11 മണിയോടുകൂടി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും ഇതിങ്ങനെ ഇവിടെ മണ്ണിടിയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ താമസിക്കരുത്, എത്രയും വേഗം അവിടെ മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. അപ്രകാരം ഞാൻ 1 മണിയോടുകൂടി വീടിനടുത്തെത്തിയപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അധികാരികളെത്തി എനിക്കൊരു നോട്ടീസ് കൈമാറുകയും അപ്രകാരം ഞാൻ 6 മണിയോടുകൂടി ഈ വീട് ഉപേക്ഷിച്ച് എനിക്കൊന്നും എടുക്കാൻ തന്നെ സാധിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആരും അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മണ്ണിടിക്കുന്ന സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ അയൽ വീട്ടിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. മണ്ണൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് ഏതെങ്കിലും തരത്തിൽ പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നോ? പരാതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഭാഗത്തല്ലായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് നടക്കുന്നത്. മാത്രമല്ല ഇത് NHAIയുടെ എതിരെ നമുക്ക് പരാതികൾ ഉന്നയിക്കുന്നത് ഒരു കാര്യമില്ല. അവരെ നമ്മൾ കേൾക്കാൻ നിൽക്കുന്നില്ല. അവർ നമ്മളോട് വന്നിട്ട് ഇവിടെ മണ്ണെടുത്തിട്ടൊന്നും ഇല്ല, അങ്ങനെയല്ല ഇല്ല എന്തു ചെയ്യാമെന്നും ഒന്നും പറയുന്നില്ല. അവർ വരുന്നു, അവരുടേതായ പണികൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വേറെ വീടും സ്ഥലവും വേറെ വീടും സ്ഥലമൊന്നുമില്ല. എൻ്റെ വീട് ഏകദേശമായി NH-ന്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ സൈഡ് വാൾ അടിച്ചതിൽ നിന്ന് ഏകദേശം ഒരു 10-20 മീറ്റർ ഉള്ളിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ആ വാളിനിപ്പുറത്ത് നിറയെ മുറ്റവും ഉണ്ടായിരുന്നു. ആ വീടാണ് ഇപ്പോൾ ഈ നിലം പൊത്തി കാണുന്നത്. സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തായിരുന്നു. സാധനങ്ങളൊന്നും തന്നെയല്ല, ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ ഇത്രയും പേര് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളല്ലാണ്ട് ഒന്നും തന്നെ ഞങ്ങൾക്കില്ല. മോളാണെങ്കിൽ മോളുടെ പാഠ്യപുസ്തകങ്ങൾ പോലും ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ ഒരു ഭീകരാവസ്ഥയായിരുന്നു. പിന്നെ കുട്ടി സ്കൂളിൽ പോയിക്കുമായിരുന്നു, അമ്മയും പെങ്ങളും ജോലിക്ക് പോയിരിക്കുമായിരുന്നു. ഞാൻ ദേശീയപാത അതോറിറ്റിയുടെ ധനസഹായം എന്തെങ്കിലും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും വാസയോഗ്യമായ ഒരു വീട് കിട്ടുക എന്നുള്ളത് ഞങ്ങൾക്കുള്ളൂ. സ്വത്തുവകകൾ പോയത് പോട്ടെ, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത കാരണം ഏതെങ്കിലും വാസയോഗ്യമായ ഒരു ഭവനം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.